Sajid CN is trained for 5 years in traditional and contemporary art at the Gurukul Training in Fine Arts under the mentorship of Ganapati Master. And Sajid currently lives in Ankakar, Vatkancheri in Kerala. Hi Sajid, welcome and thank you for joining in. So to start off with, my first question to you would be the works in general. So apart from what seems, ordinary in your works, but they often emphasize and capture an element of time in them. So in various forms, say through the way the dried leaves, the light and the shadow, and of seasons. So what's the inspiration behind these works for you? ഇതില് ഞാൻ പറയാന്ന് വെച്ചാല് നമുക്ക് എന്റെ ഒരു കൺസെപ്റ്റില് ഈ ഡ്രൈ ലീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ആ കളറിന് ഭയങ്കര ഒരു പവർ ഉണ്ട്. ഗ്രീനിന്റെ പോലെ തന്നെ അതിൽ പല പല കളേഴ്സ് ഉണ്ട്. അതിനൊരു ഭയങ്കര ഒരു ഡ്രൈ എന്ന് പറയുമ്പോൾ മൊത്തം തിന്നാണ്, എല്ലാം പോയിട്ട് ഇൻ ഫ്ലൈയിങ് ആ മൂഡിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതെന്നെ കണ്ടമാനം ആകർഷിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഉണങ്ങിയ ഇലകള് അതിന് ഭയങ്കര ബ്യൂട്ടി ഉണ്ട്, വേറൊരു തരം ഭംഗി. അപ്പൊ ഏത് തരം ഇലയാണെങ്കിലും അപ്പൊ ആ ഗ്രീനിന്റെ ഇടയില് മറ്റേ ഇങ്ങനെയുള്ള പല പല കളേഴ്സ്, അപ്പൊ ആ ഒരു എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ പ്രകൃതിയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റുകൾ നമ്മുടെ മനസ്സിൽ കയറി വരുന്നതാണ്. അതാണ് നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം ഇങ്ങനെ രീതിയിലുള്ള വർക്കുകൾക്ക്. In that way also, couple of your works have a Malayalam titles. So if you could tell us about the works with the titles Edvapettu and Achante Janal, which also have those kind of images quite recurring in both the works. So if you could talk about those two works. അച്ഛന്റെ ജനൽ എന്നുള്ള പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അച്ഛന്റെ ഒരു തരം ആ ഒരു പുള്ളി ക്യാരി ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും പല സമയത്തുണ്ടാവുന്ന സാധനങ്ങൾ. അപ്പൊ അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വിൻഡോ എന്നുള്ള സാധനം കൊടുത്തിരിക്കുന്നത് അവിടെ. അപ്പൊ അതില് ആ കളേഴ്സിനൊക്കെ അതിന് മീനിങ് ഉണ്ട്. ആ ഉണങ്ങലും ആ ലൈറ്റിൽ നിൽക്കുന്ന ഇലകളും അതിനൊക്കെ ഒരു വേറൊരു അർത്ഥം അതിലുണ്ട്. അതാണ് ഞാൻ ആ ഒരു വർക്കിനുള്ള പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. പുള്ളി ആ സമയത്ത് ഇങ്ങനെ പല കാര്യങ്ങളും സർവൈവ് ചെയ്യലും അതിന് പല സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ ആ പേര് കൊടുക്കാൻ കാണും. മറ്റേ വർക്ക് എന്ന് പറയുന്നത് അതൊരു വലിയ ഷവറിന് ശേഷം നല്ല ശക്തമായ ഒരു മഴയ്ക്ക് ശേഷമുള്ളൊരു ആ ഒരു സംഭവമാണ്. ആ പൂവും അതും അത് ഇടവപ്പാതി പെയ്തതിന് ശേഷം എന്നുള്ള സങ്കല്പത്തില് ചെയ്തിട്ടുള്ളതാണ്. Yes. So the next question is around the two works. The one is the Charal Parambu and the other one is the untitled Mixed Media on Board. It shows a pathway. In both the work, there's some kind of a similarity in terms of how a piece of a ground, as we face it, if we face kind of a concrete wall. So can you elaborate on these places in particular, and also in terms of the evolving changes in this region or your place in the context of these two works, Charal Parambu and the one untitled Mixed Media on the Board? അല്ല, അത് പല രീതിയിലുള്ള ഒരെണ്ണം ചരൽപ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയും കുറെ ഭാഗങ്ങൾ മണ്ണിടിക്കലും പല ഭാഗങ്ങളിലായിട്ട് കൺസ്ട്രക്ഷൻ നടക്കലും, അപ്പൊ അതിന്റെ വേറൊരു ഒരു ബ്രേക്ക് പോലെ സാധനം ആ ഒരു ഫെൻസിങ് കൊടുത്തിട്ടുള്ള അതാണ് ആ വർക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായത്. അപ്പൊ നമ്മളൊരു തരം ആ ഒരു സാധനം മറികടക്കുകയാണല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് ആ സംഗതി കൊടുക്കാൻ കാരണം. മറ്റേതെന്ന് പറയുമ്പോഴും അതിലും ഒരു ബോർഡിലും അതുണ്ട്. അതൊരു രാത്രി ഞാൻ നടക്കുമ്പോ പഴയ കാഴ്ചയാണ്, പഴയ കാലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന. അപ്പൊ അതിനും ഒരു ഫെൻസ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. മെയിനായിട്ട് ഈ ഫെൻസിന് പ്രാധാന്യം അത് ആ ഒരു മതിൽക്കെട്ട് വരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കലാണ്. ഒന്ന് കാലത്തിനും പിന്നെ സമൂഹത്തില് നമ്മൾ ഈ പ്രകൃതിയായിട്ട് കൺസ്ട്രക്ഷൻസ് നടക്കുമ്പോ അപ്പൊ കണ്ടമാനം കൂടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും, അപ്പൊ അതിനാണ് ഞാൻ ഈ ഫെൻസിങ് പോലെ ഒരു സബ്ജക്ട് അവിടെ കൊണ്ടുവരാനുള്ള കാരണം. അതാണ് മെയിൻ ഇതിന്റെ കാര്യം. Yes. So Sajid,
you could also give a picture or a sense of what is your day like in your hometown. And as you talk about these changes that are happening slowly, or it would have been quite recent changes that has come through, and which becomes quite evident and visible in the works as well. But if you can talk us through a usual day in your studio or otherwise in your place. ഞാന് ഇപ്പോ രാവിലെ നമ്മുടെ രാവിലെ 10 മണി മുതൽ സ്റ്റുഡിയോയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു 2 മണി ആകുമ്പോൾ ഞാൻ നിർത്തിയിട്ട് 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ സ്റ്റുഡിയോയിലാണ്. അത് 7 മണി വരെയൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ നടക്കാൻ പോകാറുണ്ട് അതിന്റെ ചില സമയങ്ങളിൽ. നടത്താണ് നമ്മളെ നിരീക്ഷണങ്ങൾ കൂടുതൽ നടക്കുമ്പോൾ നമുക്ക് എവിടുന്നാണ് എന്താണ് കാഴ്ചയിൽ നമുക്ക് വരുന്നത്, അതാണ് എന്റെ സ്റ്റഡി. പിന്നെ ഞാനത് ചിലപ്പോൾ സ്കെച്ചുകളാക്കും. അതാണ് ദൈനംദിനമായ പ്രാക്ടീസ്. അങ്ങനെയാണ് നടക്കുന്നത്. എന്താണ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്നാണ് നമ്മൾ പെയിന്റിങ്ങിലേക്ക് വല്ല കൺവേർട്ടായി വരുന്നത്. അപ്പൊ പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിന്റിംഗ് ഒക്കെ ഏകദേശം ഒരു മീഡിയം വർക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 7 to 8. അപ്പൊ സ്ഥിരമായിട്ട് രാവിലെ 10 മണി മുതൽ ഒരു 7 വൈകുന്നേരം 6-6:30 വരെ ഞാൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവും. അതിൽ 2 ചെറിയ ബ്രേക്കുകൾ ഉണ്ടാവാന്ന് മാത്രം. അതാണ് എന്റെ ഡെയിലി പ്രാക്ടീസ്. Okay. Thank you so much. Thank you, Saji.